Kochashanti's journey of service and devotion left an indelible mark at every branch ashram of Shivagiri. His simple presence brought solace and comfort to all. His first venture was at Kunnamburam, also known as the Southern Palani. There, he went beyond ritual duties, leading development activities, including agricultural projects. He guided the children there, teaching them that true Brahminhood is earned by one's action and not by one's birth. The sanctity of Kochashanti's intentions were palpable, and devotees felt the entire place become more sacred with his presence. The number of daily worshippers steadily increased, drawn by the resonance of his mantras and the melodic harmony of his hymns. His devotional fervor infused the atmosphere, creating a profound sense of spiritual unity and deepening the devotion and prayerfulness of all who came to worship. പത്തങ്കട്ട സ്വാമി എന്ന കരുണാകരഗുരു സ്വാമി എന്ന 4 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അതായത് 47 ശേഷം 55-50 കാലഘട്ടത്തിൽ 50 ശേഷമാണ് നമ്മുടെ പ്രകാശാനന്ദ സ്വാമി ഇവിടെ ഇരുന്നത്. 22 വർഷത്തോളം ഇരുന്നത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇവിടുത്തെ കോവിലിൽ പൂജ ചെയ്തിട്ടുമുണ്ട് സ്വാമി കരുണാകരഗുരു സ്വാമി. അപ്പോൾ അങ്ങനെയുള്ള വളരെയധികം വിശിഷ്ടമായ ഒരു സ്ഥലമാണിത്. അതിൻ്റെ പോസിറ്റീവ് എനർജി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് കാര്യത്തിനും ഒരു കാരണമുണ്ട്. ആ കാരണം തേടിപ്പോകുന്നതാണ് ഗുരുക്കന്മാരുടെ യാത്ര. അവർ ആ കാരണം കണ്ടെത്തി അതിനെ അടിസ്ഥാനപരമായി നമ്മൾ നമ്മുടെ ശരീരത്തെ ചികിത്സിക്കുന്നത് പോലെ അവർ ആത്മാവിനെ ചികിത്സിക്കുന്നവരാണ്. ആത്മാവിൻ്റെ ഭിക്ഷുഗുരുന്മാരാണ്. അങ്ങനെ ഗുരുദേവൻ ഇവിടെ ആ ജീവിതം ഇവിടെ പുലർത്തുകയും ആ വൻമരത്തണലിൽ പ്രകാശാനന്ദ സ്വാമി, നവജ്യോതി ശ്രീ കരുണാകരഗുരു, ഇന്ന് അവരുടെ വഴികളിൽ ബോധിതീർത്ഥ സ്വാമികൾ എല്ലാവരും ആ നന്മ പങ്കിട്ടെടുത്ത് ഗുരുദേവൻ പറഞ്ഞതുപോലെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വരണം. നമ്മൾ നമ്മുടെ ആത്മസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ധ്യാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് സൗഖ്യമായി വരണം. അതാണ് ഗുരുദേവൻ ആഗ്രഹിച്ചത്. നമ്മുടെ എല്ലാമായ ഗുരു ആഗ്രഹിച്ചത്. ഇവിടെ കാലാകാലങ്ങളായി വന്നു പോകുന്ന സന്യാസിമാർ ആഗ്രഹിച്ചത്. ഇവിടെ നിന്നും ഒരു പ്രകാശമായിരുന്നു. അത് ഈ നാടിൻ്റെ ദീപമായി, വഴിവിളക്കായി, ഈ നാടിൻ്റെ നന്മയായി യഥാർത്ഥത്തിൽ മാറുന്നു. 70 വർഷത്തെ അല്ലെങ്കിൽ 100, 140 വർഷത്തെയൊക്കെ ചരിത്രം എന്ന് പറയുന്നത് ചെറിയ കാലഘട്ടമാണ്. ഒരുപക്ഷെ ഈ ആശ്രമം നാളെ ഈ നാടിൻ്റെ, ഈ സംസ്ഥാനത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ ഈ യാത്രയും ആ ഒരു നിയോഗപഥത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗുരു കടന്ന വഴിയിൽ, ഗുരുക്കന്മാർ നടന്ന വഴിയിൽ ത്യാഗികളായ ശിഷ്യന്മാർ അവരുടെ ജീവിതം കൊടുത്ത്, അവരുടെ രക്തം കൊടുത്ത്, അവരുടെ മനസ്സ് കൊടുത്ത്, അവരുടെ സ്നേഹം കൊടുത്ത്, അവരുടെ ഹൃദയം കൊടുത്ത് വളർത്തിയ ആ ഇടങ്ങളിലേക്കുള്ള തീർത്ഥയാത്ര. അതിൻ്റെ ഭാഗമായി നമ്മളും മാറുന്നു. ഇന്നിവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞതിലുള്ള ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സന്യാസിമാരുടെയൊക്കെ സ്നേഹാദരങ്ങൾ അങ്ങേ അറിയിക്കുന്നു.
ഗുരുദേവൻ രചിച്ചിട്ടുള്ള കൃതികൾ ഒക്കെ തന്നെ അതിൻ്റെ അർത്ഥം നൂറ്റാണ്ടുകൾ പറഞ്ഞാലും തീരില്ല, ദൈവദശമെടുത്ത് പറഞ്ഞാലും. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ കീർത്തനങ്ങളൊക്കെ ബ്രഹ്മശ്രീ കരുണാകര ഗുരുദേവൻ ഇവിടെ ആലപിക്കുന്നത്, ഇവിടെ ഒരു മഞ്ഞ പുഷ്പമുണ്ട് പൂജയ്ക്കെടുക്കുന്ന. ആ പുഷ്പം അദ്ദേഹം ഈ വലിയ തട്ടത്തിൽ പറിച്ച് അത് കെട്ടിയെടുക്കുന്നതൊക്കെ ഇന്നിവൻ്റെ സത്യത എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല. പിന്നെ സ്വാമിയെ പൂജ കഴിഞ്ഞിട്ട് പ്രസാദം തരും. അന്ന് പ്രസാദമൊക്കെ വലിയ ദിവ്യത്വമാണ്, പഴവും നെയ്യും ഒക്കെ ചേർത്ത പ്രസാദം തരും. പിന്നെ ഇതുണ്ടല്ലോ ഈ കടുംപായസം ഇതൊക്കെ തരും. ഞങ്ങൾ പയ്യന്മാർക്കൊക്കെ എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ്. ഞങ്ങൾ ഒരിക്കൽ വാങ്ങുന്നവരും കാണും, രണ്ടാമതും കൈ നീട്ടി കൊടുക്കും. പിന്നെ ചിലപ്പോൾ സ്വാമി കൈയോടെ പിടിക്കും, നിനക്ക് നേരത്തെ തന്നില്ല എന്ന് ചോദിക്കും. സ്വാമി ആ കുട്ടികളല്ലേ കൊടുക്കുന്ന പറയും. പിന്നെ കീർത്തനങ്ങളൊക്കെ പഠിപ്പിക്കും. അന്ന് ഗോപാലസ്വാമിയുള്ള സമയമാണ്. കീർത്തനങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആരെങ്കിലും കീർത്തനം തെറ്റായിട്ട് ചൊല്ലിയാൽ എണീക്കട എന്ന് പറയും. ഇപ്പോൾ സ്ഥലം വിടെന്ന് പറയും. അപ്പം ഈ തെറ്റ് പറയുന്നവർ അങ്ങോട്ട് പോകുമ്പോൾ സ്വാമിയുടെ ഹൃദയത്തിൽ ഒരു അലിവുണ്ടാവും. ഡേയ് വാ ഇവിടെ പായസം വാങ്ങി കുടിച്ചിട്ട് പോടാന്ന് പറയും. പായസം വാങ്ങി കുടിച്ചിട്ട് പോടാന്ന് പറയും. സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ തുടങ്ങണം എങ്ങനെ അവസാനിക്കണമെന്ന് എനിക്കറിയില്ല. എല്ലാം ഗുരു ചൈതന്യം. സ്വാമികൾ പൂജ ചെയ്യുന്ന സമയത്ത് പല പല മന്ത്രങ്ങൾ ഇവിടെ പറയുമായിരുന്നു. ഞാനതിൽ എനിക്ക് ഓർമ്മയുള്ള ചിലതൊക്കെ ഞാൻ പറയാം. അന്ന് പ്രകാശാനന്ദ സ്വാമിയും കരുണാകര ഗുരുസ്വാമിയും ഗോപാലസ്വാമികളൊക്കെയാണ് ഇവിടുത്തെ ഇതിൻ്റെ കൃഷിയും മറ്റുമൊക്കെ നിയന്ത്രിക്കുന്നത്. തീർത്ഥാടന വേളയിൽ മഹാഗുരു കൽപ്പിച്ചതുപോലെ ശുചിത്വം, കൃഷി, കച്ചവടം, വ്യവസായം, വിദ്യാഭ്യാസം, ഇങ്ങനെയൊക്കെയുള്ള പഞ്ചശീലങ്ങളുണ്ട്. അപ്പോൾ അതിലെല്ലാം മനസ്സാ വാച കർമ്മണ അവിടെ വരുന്ന ഭക്തർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാനും അത് ഫോളോ ചെയ്യാനും അരുൾ ചെയ്യുന്ന ഒരു ഗുരുവായിരുന്നു കരുണാകര ഗുരുദേവൻ. ഗുരുവിൻ്റെ വഴി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങൾ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് കുറേ കൂടി ആഴങ്ങളിൽ ആ വേദനയുടെ ഭാഗം നമുക്ക് മനസ്സിലാകുന്നത്. സാധാരണ മഹാത്മാക്കളുടെ ജീവിതത്തിൽ അവരെല്ലാവരും ഇതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ്. പക്ഷെ എങ്കിൽ പോലും ഗുരുവിൻ്റെ ബാല്യകാലം മുതൽ ഇങ്ങോട്ട് അതികഠിനമായ വേദനയും ദുഃഖവും സഹിച്ചു വന്നൊരു മഹാത്മാവാണ് നമ്മുടെ ഗുരു. ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഗുരുവിൻ്റെ ആശയത്തെ ഈ പ്രദേശത്ത് പ്രാവർത്തികമാക്കുന്നതിൽ ഏറെ സഹായിച്ചിട്ടുണ്ട്. അവർ അവരുടെ ജീവനെ പോലെ ഈ പ്രസ്ഥാനത്തെ കൊണ്ടുവരുന്നു. 1997 ഞാൻ ആശ്രമത്തിൻ്റെ ചെറിയ പ്രവർത്തനങ്ങളുമായിട്ട്, പ്രത്യേകിച്ചും ശാന്തി മഹിമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് അതിൻ്റെ ഭാഗവാക്കാകുന്നു. അന്ന് 97 ഗുരു വന്ന ഒരു വാർഷികം. അന്ന് സോമാൻ ഡോക്ടറെ കൂടെ ഗുരു എന്നെ വീട്ടിലേക്ക് പറഞ്ഞു. എനിക്കാണെങ്കിൽ പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടും. പക്ഷെ ഞാൻ 1.5 മണിക്കൂർ ഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു. ആ ഓർമ്മയാണ് പെട്ടെന്ന് ഇവിടെ വന്ന സമയത്ത് എനിക്ക് മനസ്സിലൂടെ, നമ്മുടെയൊക്കെ സ്മൃതിപഥത്തിൻ്റെ മധുരസ്മരണയിലൂടെ എന്നും
ഒഴുകുന്ന ഗുരുവിൻ്റെ ആ തേൻ തുള്ളിയുടെ അനന്യമായ പ്രവാഹമുണ്ട്. അതാണ് നമ്മളൊക്കെ കൊള്ളുന്ന ഏറ്റവും വലിയ തണൽ. ഈ നെയ്യാറ്റിൻകര ഒരിക്കലും ഗുരുവിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത സ്ഥലമാണ്. ഇവിടുത്തെ ഓരോ പ്രദേശത്തും ഈ രവീന്ദ്ര സാറിൻ്റെ വീടുകളിലൊക്കെ ദിവസങ്ങളോളം ഗുരു താമസിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ ഗുരുവിൻ്റെ ആശയത്തെ ലോകത്ത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിപ്പെടുന്ന ആളുകളാണ്. ഗുരു അറിയിച്ച ഒരു ത്യാഗവും നമ്മളെപ്പോലെയുള്ള ആളുകളെ ആ തരത്തിൽ അറിയിക്കുവാൻ നമ്മളെല്ലാവരും പറയാറുണ്ട്. ഒരു കാലഘട്ടത്തിലെ ത്യാഗവും ചരിത്രവും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കോലം പലപ്പോഴും ആളുകളോട് പറയാറുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ 1% പോലും ഗുരു നമ്മളെ ആരെയും അനുഭവിച്ചില്ല. നമ്മളൊക്കെ ആശ്രമത്തിൽ വരുന്ന സമയത്ത് ഒരുപക്ഷെ ആശ്രമം ഗുരുവിൻ്റെ കാരുണ്യത്തിൽ അത്രയും സമൃദ്ധമായിരുന്ന അത് ഗുരുവിന് ദൈവമായി കൊടുത്ത ആ കാരുണ്യമാണ്. പ്രപഞ്ച ചേതനയുടെ അത്യഗാധതകളിലേക്ക് ഗുരു സ്വയം അറിഞ്ഞ് നിത്യത അന്വേഷിച്ച് ലോകത്തിലെ അവധൂതന്മാർ നടന്നപ്പോൾ ഗുരു നിത്യതയായിരുന്നു. ശാന്തത അന്വേഷിച്ച് അവർ നടന്നപ്പോൾ ഗുരു ശാന്തതയായിരുന്നു. പ്രാർത്ഥനയ്ക്കായി അവർ മലകളുടെ മുകളിലേക്ക് കയറിയപ്പോൾ അവൻ പ്രാർത്ഥനയായിരുന്നു. അചിന്ത്യമായ, അചേതനമായ, അരൂപമായ, നിത്യമായ, ഉദാത്തമായ, ഏറ്റവും ചേതോഹരമായ, മനോഹരമായ, ഇന്ന് ലോകത്തിൽ ഒരു ഗുരുവിനും കടന്നുപോകാൻ കഴിയാത്ത തരത്തിലുള്ള ആത്മീയതയുടെ പദസഞ്ചലനങ്ങളിൽ ഗുരു ഇങ്ങനെ കടന്നു കയറിയ ആ യാത്രയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഇവിടെയുള്ള വിശ്വാസികൾ അവർ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും പിന്നീടുള്ള കാലഘട്ടത്തിൽ ആളുകൾ ചില വിമുഖതകൾ ഈ പ്രസ്ഥാനത്തോട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അവരെല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്. ഈ പ്രദേശത്ത് ഗുരുവിനെ വിശ്വസിച്ച് ഗുരുവിൻ്റെ വഴിയിൽ നടന്ന ആളുകൾ അവർ ജീവിതത്തിൽ മാതൃക കാണിച്ചിട്ടുള്ള ആളുകൾ, അവർ സ്വഭാവത്തിൽ മാതൃക കാണിച്ചിട്ടുള്ള ആളുകൾ, അവർ സ്നേഹത്തിൽ മാതൃക കാണിച്ചിട്ടുള്ള ആളുകൾ, അവർ ഇടപെടലുകളിൽ മാതൃക കാണിച്ചിട്ടുള്ള ആളുകൾ, അവർ നൈരന്തര്യങ്ങളിൽ മാതൃക കാണിച്ചിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ പോകുന്ന ആശ്രമമെന്നുള്ള നിലയിൽ എന്നെ പോലെയുള്ള ആളുകൾക്ക് ഈ പ്രദേശങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സ്വീകാര്യത കിട്ടുവാൻ കാരണമായിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രമുഖനായിട്ടുള്ള ആൾ, ഒരു സമുദായ നേതാവ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, അദ്ദേഹം ഒരു പത്രത്തിനകത്ത് ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞു, ശിവഗിരിയിലെ സന്യാസിമാർക്കായിട്ടുള്ള ആളുകൾക്ക് സംസ്കൃതത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഏകദേശമായിട്ടൊക്കെ അറിയാം. മറ്റു ചില സന്യാസിമാർ ഈ പഠനത്തിനൊക്കെ പോകുന്ന സമയത്ത് അവർ മറ്റു കാര്യങ്ങളാണ് ചെയ്യാൻ പോയത്. കരുണാകര ഗുരു ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ശിവഗിരിയിൽ പാചകം ചെയ്യുകയും ഈ പത്രം കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ദുഃഖം തോന്നി. ഞാൻ ഈ പത്രവുമായി അമ്പാടി കൃഷ്ണപിള്ള സാർ അന്ന് താമസിക്കുന്ന ഇപ്പം എൻ്റെ ഓഫീസിൻ്റെ ഇപ്പുറത്തുള്ള ഗേറ്റ് നമ്പർ 4, അതിൻ്റെ ഇപ്പുറത്തെ ഒരു പ്ലാവിൻ ചുവട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഞാൻ ഈ പത്രവുമായി ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സാറേ ഇതാണ് കാണുന്നത്, ഇന്ന് രാവിലെ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. ആ സമയത്ത് അമ്പാടി കൃഷ്ണപിള്ള സാർ എൻ്റെ അടുത്ത് ആ പത്രം എടുത്തിട്ട് പറഞ്ഞു, ശരിയാണ്, ഗുരു ശിവഗിരിയിലെ പാചകക്കാരൻ മാത്രമല്ല, ഗുരു ലോകത്തിൻ്റെ പാചകക്കാരനായിരുന്നു. അത് അദ്ദേഹം ഇന്ന് ശാന്തിഗിരിയിൽ വന്ന് നോക്കിയാൽ അറിയാം. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുവാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്, ദാരിദ്ര്യമെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വികാരമാണ്. ഈ കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നേരത്തെ ആഹാരം, ഒരു കിലോ അരി മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരുത്തനെ തല്ലിക്കുന്ന സ്ഥലമാണ്. അധിക കാലമൊന്നും ആയിട്ടില്ല, 1-2 വർഷത്തിന് മുമ്പ്. മനുഷ്യൻ്റെ വിശപ്പെന്ന വികാരത്തെ ഏറ്റവും അടുത്ത് അറിഞ്ഞ ഒരാളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗുരു. ആ ഗുരുവിൻ്റെ മക്കളാണ് നമ്മൾ. ആ ഗുരുവിനെ പരിചയപ്പെടുത്തുവാനും ഇവിടെ നമ്മൾ വന്ന സമയത്ത് വളരെ സന്തോഷം തോന്നുന്നു. ഈ സ്കൂളിൻ്റെ ഇപ്പം നമുക്കറിയാം ക്ലാസ് ഇല്ലാത്ത സമയമാണ്. ആ സമയത്ത് ഇവിടുത്തെ ടീച്ചർമാരായിട്ടുള്ള ആളുകൾ ചൈതന്യസ്വാമിയെ സ്വീകരിക്കുന്നു. അവർ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിത്തരുന്നു. ആദ്യമായിട്ടാണ് ഈ യാത്രയിൽ നമ്മളൊരു സ്കൂളിൽ ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നമ്മളെ പോലെയുള്ള ആളുകളൊന്നും അത്ര വലിയ ത്യാഗം സഹിച്ചിട്ടില്ല. 3 ദിവസം ചെരുപ്പിടാതെ ഈ റോട്ടിൽ കൂടി നടന്നെന്ന് വിചാരിച്ചിട്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴുകയില്ല. ഗുരു കാണിച്ച ത്യാഗോജ്വലമായ ആ മഹാമാതൃകയ്ക്ക് മുന്നിൽ നമ്രശിരസ്കനായിക്കൊണ്ട് ഞങ്ങളെ ഇവിടെ സ്വീകരിക്കുവാൻ മനസ്സ് കാണിച്ച, ഒരുപക്ഷെ ഒരു കാലത്ത് ഗുരുവിനെ തിരസ്കരിക്കപ്പെട്ട ഇടങ്ങളിൽ ഗുരുവിൻ്റെ കഥനങ്ങൾ കൊണ്ട്, കണ്ണുനീര് കൊണ്ട് ദുഃഖങ്ങൾ എഴുതിയ മണ്ണിൽ, നനഞ്ഞു കുതിർന്ന
അവിടങ്ങളിൽ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ പിന്നീട് വളർന്നു. ഗുരുവിൻ്റെ ആ വേദനകളെ ഓർത്ത് ഞങ്ങൾ നടക്കട്ടെ, ആ കണ്ണുനീർ ചവിട്ടി ഞങ്ങൾ നടക്കട്ടെ, ആ വേദനകളിലൂടെ ഞങ്ങൾ നടക്കട്ടെ, ആ തിരസ്കരണങ്ങൾ എന്താണെന്ന് വീണ്ടും ഒന്നുകൂടി ഞങ്ങൾ തിരിച്ചറിയട്ടെ. പക്ഷേ എല്ലാ സ്ഥലത്തും സ്വീകരണങ്ങളുണ്ട്. ആ സ്വീകരണങ്ങൾ ഞങ്ങൾക്കുള്ളതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും എല്ലാ അവഗണനകളെയും അതിജീവിച്ചുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഗുരുവിനോടുള്ള സ്നേഹം, കാലാകാലങ്ങളായി നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഗുരുവിൻ്റെ അവദാനങ്ങൾ പുകഴ്ത്തിപ്പാടി അത് ഉള്ളിൽ സൂക്ഷിച്ച ഇവരെ പോലെയുള്ള നാട്ടുകാരുടെ സ്നേഹം, അതാണ് ഇന്ന് സ്വീകരണങ്ങളായി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഇവിടെ നിങ്ങൾ സ്വീകരിച്ചത് ശാന്തിഗിരിയിലെ സന്യാസിമാരെയല്ല, നിങ്ങൾ സ്വീകരിച്ചത് ഈ നാടിനെ രക്ഷിക്കുന്ന ഒരു മഹാഗുരുവിനെയാണ്. വീണ്ടും വീണ്ടും ആ കടപ്പാട് ഓർത്തുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നമസ്കാരം. ഇതുപോലെ ഒരു അനുഭവം ഈ സ്കൂളിനകത്ത് ഉണ്ടായിട്ടില്ല. അപ്പം ഇത്രയും പുണ്യാത്മാക്കളുടെ ഒരു പാദസ്പർശം ഏറ്റ നമ്മുടെ സ്കൂള്, അല്ലെങ്കിൽ ഈ NSSന്റെ മണ്ണെന്ന് പറയുന്നത് വളരെ ഉയർച്ചയുടെ ഒരു പടവിലായിരിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കരുണാകരസ്വാമിയെ കുറിച്ച് സാറ് പറഞ്ഞ ആ ജീവിത കഥ, അല്ലെങ്കിൽ ആ ജീവചരിത്രം, ആ ജീവിത രീതി ശരിക്കും മനസ്സിനെ സ്പർശിക്കുന്ന ഒന്നാണ്.